നീരൊഴുക്ക് വ്യൂഹം എന്ന NCERT ചാപ്റ്റേഴ്സിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നത് നീരൊഴുക്ക് എന്നാണ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നത് നീരൊഴുക്ക് എന്നാണ്. നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. നീരൊഴുക്കുകളുടെ ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. നീർച്ചാലുകളുടെ അഭാവം വലിയ വെള്ളച്ചാട്ടങ്ങൾക്ക് കാരണമാകുന്നു. നീർച്ചാലുകളുടെ അഭാവം വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുന്നു. ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്കു മാതൃക എന്നത് ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവം, ഘടന, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിൻ്റെ അളവ്, തുടർച്ച എന്നിവയുടെ ഫലമാണ്. ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവം, ഘടന, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിൻ്റെ അളവ്, തുടർച്ച എന്നിവയാണ് ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്കു മാതൃക എന്നത്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം എന്നാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് വൃഷ്ടിപ്രദേശം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും അറിയപ്പെടുന്നത് നീർത്തടം എന്നാണ്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും അറിയപ്പെടുന്നത് നീർത്തടം എന്നാണ്. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങൾ എന്നാണ്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങൾ എന്നാണ്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ എന്നാണ്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ എന്നാണ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നത് നീരൊഴുക്ക്, ഡ്രെയിനേജ്. നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. നീർച്ചാലുകളുടെ അഭാവം വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുന്നു. ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്കു മാതൃക എന്നത് ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവം, ഘടന, ഭൂപ്രകൃതി, ചരിവ്, നീരൊഴുക്കിൻ്റെ അളവ്, തുടർച്ച എന്നിവയുടെ ഫലമാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം എന്നാണ്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും അറിയപ്പെടുന്നത് നീർത്തടം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് നദീതടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് നീർത്തടങ്ങൾ.